സോ ആദ്യം തന്നെ ഗൂഗിളിൽ പോയിട്ട് ആമസോൺ സെല്ലർ സെൻട്രൽ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കയറുക. ഇവിടെയാണ് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ ആ ഒരു അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് കയറി കഴിയുമ്പോൾ മേളിലായിട്ട് നമുക്കൊരു സ്റ്റാർട്ട് സെല്ലിങ്ങിൻ്റെ ഓപ്ഷൻ കാണും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് അതിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുക്കുക. അതായത് നമ്മുടെ പേര്, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നമ്മളൊരു പാസ്വേഡ്, നമുക്ക് ആമസോണിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ആ ഒരു സെല്ലറിന് അക്കൗണ്ടിന് വേണ്ടിയുള്ള ഒരു പാസ്വേഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു മൊബൈൽ നമ്പറേക്ക് ഒരു OTP വരും. അതോടെ പ്രോപ്പറായിട്ട് അടിച്ചു കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് ഇമെയിൽ വെരിഫിക്കേഷൻ ആണ്. സോ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ഇമെയിൽ അവിടെ കൊടുക്കുക. അതിനുശേഷം ആ ഒരു ഇമെയിലേക്ക് OTP വരും. അതും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അതിനുശേഷം ഒരു ചെറിയ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ടാവും. നമ്മുടെ മൊബൈൽ നമ്പർ യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഒരു OTP വരും. അതുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ അങ്ങനെ ആ ഒരു സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇനി അടുത്ത സ്റ്റെപ്പാണ് GST. ആമസോണിൽ വളരെ കുറച്ച് പ്രോഡക്റ്റ്സ് മാത്രമേ നമുക്ക് GST ഇല്ലാണ്ട് വിൽക്കാൻ പറ്റുള്ളൂ. മിക്ക പ്രോഡക്റ്റ്സ് നമുക്ക് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ GST മസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ബുക്സ്, ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനമൊക്കെ സെല് ചെയ്യണമെങ്കിൽ GST വേണ്ട. അല്ലാണ്ടുള്ള മിക്ക ഐറ്റംസിനും GST വേണം. സോ ഇവിടെ നിങ്ങളുടെ ആ ഒരു GST നമ്പർ അടിച്ചു കൊടുക്കുക. അങ്ങനെ അടുത്ത സ്റ്റെപ്പാണ് നമ്മുടെ സ്റ്റോറിൻ്റെ നെയിം. അതായത് ആമസോണിൽ നമ്മൾ പ്രോഡക്റ്റ്സ് വിൽക്കണമെങ്കിൽ നമുക്കൊരു സ്റ്റോർ വേണമല്ലോ. സ്റ്റോർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു നെയിം വേണമല്ലോ. ആ ഒരു നെയിമാണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. സോ അടുത്തതാണ് പിക്കപ്പ് അഡ്രസ്സ്. അതായത് നമുക്കിപ്പോൾ ഒരു ഓർഡർ ആമസോണിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് എവിടെ വന്നാണ് ആമസോൺ കളക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ചിലവർക്കൊക്കെ ഓഫീസ് ഉണ്ടാവും. അപ്പോൾ ഓഫീസ് അഡ്രസ്സ് കൊടുക്കുക. അല്ലെങ്കിൽ ചിലവർ വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. സോ അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സും ഏത് അഡ്രസ്സാണെങ്കിലും നമ്മൾ തെറ്റാണ്ട് തന്നെ ഇവിടെ പ്രോപ്പർലി ഫില്ല് ചെയ്ത് കൊടുക്കുക. ദെൻ കണ്ടിന്യൂ കൊടുക്കുക. ദെൻ നമ്മൾ നെക്സ്റ്റ് പേജിലേക്കാണ് പോകുന്നത്. ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഈസി ഷിപ്പും ഉണ്ട്, സെൽഫ് ഷിപ്പും ഉണ്ട്. ഈസി ഷിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഓർഡർ വന്നു കഴിഞ്ഞാൽ അത് ആമസോണിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വന്ന് ആമസോണിൻ്റെ ഡെലിവറി ബോയ് വന്നിട്ട് അത് കളക്ട് ചെയ്യും. അതിപ്പോൾ നമ്മുടെ ഓഫീസിലായാലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലായാലും. ഇനി സെൽഫ് ഷിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഓർഡർ വന്നു കഴിഞ്ഞാൽ അത് ഈ തേർഡ് പാർട്ടി ഡെലിവറി ആപ്സ് ഒക്കെ ഉണ്ടാവില്ല, അവരായിട്ട് നമ്മൾ പാർട്ട്ണർ ചെയ്ത് വർക്ക് ചെയ്യൂലേ, അതിനെയാണ് നമ്മൾ സെൽഫ് ഷിപ്പ് എന്ന് പറയുന്നത്. സോ ഞാനിവിടെ എന്തായാലും ചൂസ് ചെയ്യുന്നത് ഈസി ഷിപ്പാണ്. സോ അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അടുത്ത പേജിലേക്ക് പോകും. ഈ ഒരു പേജിലേക്കായിരിക്കും പോകുന്നത്. ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് മിക്ക ആൾക്കാരും ആമസോണിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ ഒരു മാക്സിമം ഡെലിവറി ചാർജ് ഇല്ലാണ്ട് പ്രൊഡക്റ്റ് മേടിക്കാനേ നോക്കുള്ളൂ. അങ്ങനെയാണ് നോർമൽ ഒരു ഹ്യൂമൻ സൈക്കോളജി എന്ന് വെച്ചാൽ. സോ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും ഡെലിവറി ചാർജ് പേ ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറും നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് കഴിഞ്ഞാൽ അതിന് 0 ഡെലിവറി ചാർജ് ആയിരിക്കും. സോ അങ്ങനെ കാണുമ്പോൾ കൂടുതൽ ആൾക്കാർ നമ്മുടെ പ്രൊഡക്റ്റ് മേടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഡെലിവറി ചാർജ് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ മേടിക്കുന്നത്. നമുക്കിത് റിലേറ്റബിൾ ആയിരിക്കും. കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആഗ്രഹിച്ച് മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കാർട്ടിലേക്ക് ഇട്ട് കഴിയുമ്പോൾ 50 രൂപ 60 രൂപ ഒക്കെ ഡെലിവറി ചാർജ് ഒക്കെ വരാറുണ്ടല്ലോ. ബട്ട് മിക്ക ആൾക്കാരും സൈക്കോളജി പ്രകാരം മിക്ക ആൾക്കാരും ആ ഒരു പ്രൊഡക്റ്റ് അവിടെ തന്നെ കാർട്ടിൽ തന്നെ ഇട്ടിട്ട് പോകും. മേടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ ഞാനിവിടെ കൊടുക്കുന്ന ഓപ്ഷൻ പേ ബൈ യുവർ സെൽഫ് ആണ്. നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയിട്ട് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ അക്കൗണ്ട് സെഷൻ ആണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലേക്കാണോ ഫണ്ട് വരേണ്ടത്, അതായത് നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് സെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് വേണമല്ലോ. ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു അക്കൗണ്ട് വേണമല്ലോ. ഒരു അക്കൗണ്ട് പ്രോപ്പർലി ഇവിടെ അടിച്ചു കൊടുക്കുക. അതിൻ്റെ IFSC കോഡും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും എല്ലാം തെറ്റാണ്ട് ഇവിടെ പ്രോപ്പർലി അടിച്ചു കൊടുക്കുക. അങ്ങനെ അതും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ സിമ്പിളായിട്ട് ഒരു ആമസോണിൽ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞുതരാം.